ഇന്ത്യൻ നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും അപൂർവ ശേഖരവുമായ ഒരു പാകിസ്ഥാൻ സ്വദേശി ദുബൈയിൽ നടന്ന വേൾഡ് സ്റ്റാമ്പ് എക്സിബിഷനിലാണ് ശേഖരം പ്രദർശിപ്പിച്ചത്. പണ്ട് ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യൻ രൂപ നോട്ടുകൾ വരെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഒരു പാകിസ്ഥാനിയുടെ സ്റ്റാമ്പ് കളക്ഷൻ സെൻറ്ററിലാണ് ഞാനുള്ളത് ദുബൈയിൽ. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പഴയ ബ്രിട്ടീഷ്, ഇന്ത്യൻ, അതുപോലെ തന്നെ പഴയ പാകിസ്ഥാനും ഇന്ത്യയും പിരിയുന്നതിന് മുമ്പുള്ള ഒരുപാട് സ്റ്റാമ്പുകളും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാമ്പുകളും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. വളരെ മനോഹരമാണ് ആ സ്റ്റാമ്പുകളും അതിൻ്റെ മെമ്മറീസും ഒക്കെ. Your name? Nafis Ansari from Pakistan. Yeah. From Pakistan. Yes. Actually, this is a very educational hobby. Stamps collecting and banknotes collecting is a very educational hobby and informative hobby. So this is called hobby of king and king of hobby, the stamps. In India and Pakistan, there is I have overprints in British India, overprint Pakistan, and British India overprint Muscat, Oman, like this. I have these stamps. I'll show you. This is the Indian stamps. This is the George VI, the last ruler of British in India and Pakistan. British India overprint Pakistan. Okay. Like this. Reserve Bank of India. അന്ന് 10 രൂപയായിരുന്നു, ഇന്ന് 3000 ദിർഹംസ് ആണ് ഇന്ന് ഇതിൻ്റെ വില. When actually it started the collection? Since 35 years. 35 years. And I have complete Pakistan banknotes collection, stamps collection and coins collection. പണ്ട് പാകിസ്ഥാനിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു 100 രൂപയുടെ നോട്ടാണ് ഈ കാണുന്നത്. ഇതിന് ഇന്ന് ഏതാണ്ട് വില ഇട്ടിരിക്കുന്നത് 30,000 ദിർഹംസ് ആണ്. അന്നത്തെ 100 രൂപയാണെന്ന് ഓർക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കറാച്ചി, പാകിസ്ഥാനിലാണ് ഉപയോഗിച്ചിരുന്നത്. 6 മാസം മാത്രമേ ഇത് ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പണ്ട് ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന രൂപയുടെ നോട്ടാണ് ഇത് കാണുന്നത്. 10 രൂപയാണ്. ഇതിൻ്റെ കളർ റെഡാണ്. ഇതിൻ്റെ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ Z സീരീസ്, ഈ സീരീസ് ആണ്. ഇത് ദുബൈയിൽ ഉപയോഗിച്ചിരുന്ന റുപ്പീസിൻ്റെ നോട്ടാണ്. പണ്ട് ഈ ഒരേ റുപ്പീസ് തന്നെയായിരുന്നു ഇന്ത്യയിലും അതുപോലെ തന്നെ ഗൾഫിലും ഉപയോഗിച്ചിരുന്നത്, ദുബൈയിൽ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ദുബൈയിൽ നിന്ന്, ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗോൾഡ് സ്മഗിൾ ചെയ്തിരുന്നു. അത് തടയാനും മറ്റ് ചില ആവശ്യങ്ങൾക്കും വേണ്ടി ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന നോട്ടുകൾ, റുപ്പീസ് നോട്ടുകൾക്ക് ചുവപ്പ് നിറമായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അന്ന് നൽകിയിരുന്നത്. ഇന്ത്യയിൽ ആ സമയത്ത് തന്നെ മറ്റൊരു കളറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പഴയ ഇന്ത്യയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെയും ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ഒരുപാട് സൗഹൃദങ്ങളുടെയൊക്കെ ഓർമ്മകളാണ് ഈ ഒരു സ്റ്റോളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദുബൈയിൽ നിന്ന് യാസർ അർഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ.